എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് ട്യൂഷന്റെ SSLC കെമിസ്ട്രി ക്ലാസ്സിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ അധ്യായമാണ്. വളരെയധികം താൽപ്പര്യമുണർത്തുന്ന ഒരു വിഷയമാണിത്. നമ്മുടെ നിത്യജീവിതവുമായി ഒരുപാട് ബന്ധമുള്ള ഒരു പാഠം. ഈ പാഠത്തിന്റെ പേരാണ് ഇലക്ട്രോ കെമിസ്ട്രി. എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് കേട്ടിട്ടുണ്ടോ? പേര് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഇലക്ട്രിസിറ്റിയുമായി ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? അതെ, നിങ്ങൾ ഊഹിച്ചത് ശരിയാണ്. നമ്മൾ ദിവസവും വാഹനങ്ങളിൽ യാത്ര ചെയ്യാറുണ്ടല്ലോ. ചിലപ്പോൾ വണ്ടി വഴിയിൽ നിന്നു പോവാറില്ലേ, ബാറ്ററി ഡൗൺ ആയിട്ട്? ആലോചിച്ചു നോക്കൂ, എന്ത് കഷ്ടമായിരിക്കും ആ അവസ്ഥ. അതുപോലെ നമ്മുടെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് ഇവയൊന്നും ചാർജ് ഇല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്കങ്ങനെയൊരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇതൊക്കെ പ്രവർത്തിപ്പിക്കാൻ നമുക്ക് എന്ത് വേണം? അതെ, സ്റ്റോർ ചെയ്തു വെച്ച ഇലക്ട്രിക്കൽ എനർജി വേണം. ഈ എനർജി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ശരിയാണ്, സെല്ലുകളിൽ നിന്നും ബാറ്ററികളിൽ നിന്നും. ഇൻവെർട്ടർ, എമർജൻസി ലാമ്പ്, വാച്ച്, ക്ലോക്ക്, പലതരം റിമോട്ട് കൺട്രോളുകൾ, ടോയ്സ്, അങ്ങനെ എന്തെല്ലാം സാധനങ്ങളാണ് ഈ ബാറ്ററികളിൽ പ്രവർത്തിക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു സെൽ എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജി സംഭരിച്ചു വയ്ക്കുന്നതെന്ന്? എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതെങ്ങനെയാണ് ലഭ്യമാക്കുന്നതെന്ന്? ഇതിനു പിന്നിൽ ഒരു തത്വമുണ്ട്. അതാണ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ്. ഈ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസിനെക്കുറിച്ചുള്ള പഠനമാണ് ഇലക്ട്രോ കെമിസ്ട്രി. അതായത് കെമിക്കൽ റിയാക്ഷൻ വഴി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് കെമിക്കൽ റിയാക്ഷൻ നടത്തുന്നതിനെക്കുറിച്ചുമുള്ള പഠനം. രസമുണ്ടല്ലേ കേൾക്കാൻ? ഈ മാറ്റങ്ങൾ സാധ്യമാക്കുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെൽസ് എന്ന് വിളിക്കുന്നത്. ഏകദേശം 1794 അലസാൻഡ്രോ വോൾട്ട എന്ന ശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടുപിടിച്ചത്. രണ്ടു വ്യത്യസ്ത മെറ്റൽസ്, അതായത് സിങ്കും കോപ്പറും ഒരു നനഞ്ഞ പേപ്പറിന്റെ ഇരുവശത്തും വെച്ചാൽ വൈദ്യുതി ഉണ്ടാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കണ്ടെത്തി. പിന്നീട് 1800 വോൾട്ടയുടെ ബാറ്ററി ഉപയോഗിച്ചാണ് വെള്ളത്തിനെ ഓക്സിജനും ഹൈഡ്രജനുമാക്കി മാറ്റാൻ കഴിയുമെന്ന് തെളിയിച്ചത്. അത് കെമിസ്ട്രിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷണമായിരുന്നു. ഈ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളെ നമുക്ക് പ്രധാനമായും രണ്ടായി തെളിക്കാം. ഒന്നാമത്തേത് ഗാൽവനിക് സെൽ, രണ്ടാമത്തേത് ഇലക്ട്രോലൈറ്റിക് സെൽ. ഇന്ന് നമുക്ക് ആദ്യം ഗാൽവനിക് സെല്ലിനെക്കുറിച്ച് വിശദമായി പഠിക്കാം. എന്താണ് ഈ ഗാൽവനിക് സെൽ? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഉപകരണങ്ങളാണ് ഗാൽവാനിക് സെൽസ്. അതായത് രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഡാനിയൽ സെൽ ഒരു ഗാൽവാനിക് സെല്ലിന് ഉത്തമ ഉദാഹരണമാണ്. നമുക്കൊരു ഡാനിയൽ സെൽ എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കിയാലോ? എല്ലാവരും റെഡിയല്ലേ? ഒരു പരീക്ഷണം ചെയ്താലോ? നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബീക്കർ, ഒരു സിങ്ക് റോഡ്, ഒരു കോപ്പർ റോഡ്, പിന്നെ സിങ്ക് സൾഫേറ്റ് ലായനിയും കോപ്പർ സൾഫേറ്റ് ലായനിയും, ഒരു സോൾട്ട് ബ്രിഡ്ജും കുറച്ച് കോപ്പർ വയറുകളും വേണം. കൂടെ ഒരു ഗാൽവനോമീറ്ററും ഒരു LED ബൾബും വേണം. ഇനി നമുക്ക് പരീക്ഷണം തുടങ്ങാം. ഒരു ബീക്കറിൽ സിങ്ക് സൾഫേറ്റ് ലായനി എടുക്കുക. അതിലേക്ക് ഒരു സിങ്ക് റോഡ് ഇറക്കി വയ്ക്കുക. ഇതിനെ നമുക്ക് ഹാഫ് സെൽ 1 എന്ന് വിളിക്കാം. ഇനി മറ്റൊരു ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് ലായനി എടുക്കുക. അതിലൊരു കോപ്പർ റോഡ് ഇറക്കി വയ്ക്കുക. ഇതാണ് നമ്മുടെ ഹാഫ് സെൽ 2. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 2 ഹാഫ് സെല്ലുകൾ ഉണ്ട്. ഇനി ഈ 2 ലായനികളെയും ഒരു സോൾട്ട് ബ്രിഡ്ജ് ഉപയോഗിച്ച് ബന്ധിപ്പിക്കണം. എന്താണ് ഈ സോൾട്ട് ബ്രിഡ്ജ് എന്നല്ലേ ചിന്തിക്കുന്നത്? ഒരു യു ഷേപ്പിലുള്ള ഗ്ലാസ് ട്യൂബാണ് സോൾട്ട് ബ്രിഡ്ജ്. അതിലൊരു ഇനേർട്ട് ഇലക്ട്രോലൈറ്റ് ജെൽ രൂപത്തിൽ നിറച്ചിരിക്കും. പൊട്ടാസ്യം ക്ലോറൈഡ് പോലുള്ളവയാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. ഈ സോൾട്ട് ബ്രിഡ്ജ് 2 ലായനികളെയും തമ്മിൽ കലരാതെ ഇലക്ട്രിക്കൽ കോണ്ടാക്ട് സ്ഥാപിക്കാൻ സഹായിക്കുന്നു. ഇനി സിങ്ക് റോഡിനെയും കോപ്പർ റോഡിനെയും കോപ്പർ വയറുകൾ ഉപയോഗിച്ച് ഒരു ബൾബുമായി കണക്ട് ചെയ്യുക. എന്ത് നിരീക്ഷിക്കാൻ കഴിഞ്ഞു? ബൾബ് പ്രകാശിക്കുന്നു, അല്ലേ? എന്തുകൊണ്ടാണ് ബൾബ് പ്രകാശിച്ചത്? ബൾബിലൂടെ ഒരു ഇലക്ട്രിക് കറന്റ് ഒഴുകുന്നുവെന്ന് മനസ്സിലാക്കാം. ഇതിന്റെ അർത്ഥം നമ്മുടെ സെൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി ബൾബ് മാറ്റി അവിടെ ഒരു ഗാൽവനോമീറ്റർ ഘടിപ്പിക്കാം. ഗാൽവനോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വൈദ്യുതിയുടെ സാന്നിധ്യവും ദിശയും അറിയാൻ. കോപ്പർ റോഡിനെ ഗാൽവനോമീറ്ററിന്റെ പോസിറ്റീവ് ടെർമിനലിലേക്കും സിങ്ക് റോഡിനെ നെഗറ്റീവ് ടെർമിനലിലേക്കും കണക്ട് ചെയ്യുക.
ഗാൽവനോമീറ്ററിന്റെ സൂചി വലതുവശത്തേക്ക്, അതായത് പോസിറ്റീവ് ടെർമിനലിന്റെ ദിശയിൽ ചലിക്കുന്നത് കാണാം. ഇതിൽ നിന്നും എന്തു മനസ്സിലാക്കാം? ഇലക്ട്രോൺ പ്രവാഹം സിങ്ക് റോഡിൽ നിന്ന് കോപ്പർ റോഡിലേക്കാണ്. ഇലക്ട്രിക് കറന്റിന്റെ പ്രവാഹം അതിന്റെ നേരെ വിപരീത ദിശയിലും, അതായത് കോപ്പർ റോഡിൽ നിന്ന് സിങ്ക് റോഡിലേക്ക്. എപ്പോഴും ഓർക്കുക, ഇലക്ട്രോൺ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കറന്റ് ഫ്ലോ. ഇനി ഗാൽവനോമീറ്ററിനു പകരം ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്താൽ 2 ഇലക്ട്രോഡുകൾക്കിടയിലുള്ള വോൾട്ടേജ് അളക്കാം. ഇവിടെ ഓരോ ഇലക്ട്രോഡിലും നടക്കുന്ന റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. സിങ്ക് ഇലക്ട്രോഡിൽ എന്താണ് സംഭവിക്കുന്നത്? സിങ്ക് ആറ്റം Zn 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് സിങ്ക് അയോൺ Zn2+ ആയി മാറുന്നു. Zn പ്ലസ് Zn2+ പ്ലസ് 2e. ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന ഈ പ്രവർത്തനത്തെ നമ്മൾ എന്തു പേരാണ് വിളിക്കുക? ഓർക്കുന്നുണ്ടോ? ഓക്സിഡേഷൻ. അതെ, ഓക്സീകരണം. അപ്പോൾ കോപ്പർ ഇലക്ട്രോഡിലോ? ലായനിയിലുള്ള കോപ്പർ അയോൺ Cu2+ 2 ഇലക്ട്രോണുകളെ സ്വീകരിച്ച് കോപ്പർ ആറ്റമായി മാറുന്നു. Cu2+ പ്ലസ് 2e gives Cu. ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്ന ഈ പ്രവർത്തനത്തെ നമ്മൾ എന്ത് വിളിക്കും? റിഡക്ഷൻ അഥവാ നിരോക്സീകരണം. അപ്പോൾ ഇവിടെ ഓക്സിഡേഷനും നടക്കുന്നുണ്ട്, റിഡക്ഷനും നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിവിടെ റിഡോക്സ് റിയാക്ഷൻ ആണ്. ഒരു ഗാൽവനിക് സെല്ലിൽ ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോഡിനെ ആനോഡ് എന്ന് പറയുന്നു, റിഡക്ഷൻ നടക്കുന്ന ഇലക്ട്രോഡിനെ കാഥോഡ് എന്ന് പറയുന്നു. അപ്പോൾ ഡാനിയൽ സെല്ലിൽ ഏതാണ് ആനോഡ്? സിങ്ക് ഇലക്ട്രോഡ്, കാരണം അവിടെയാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. ഏതാണ് കാഥോഡ്? കോപ്പർ ഇലക്ട്രോഡ്, അവിടെയാണ് റിഡക്ഷൻ നടക്കുന്നത്. ഗാൽവനിക് സെല്ലിൽ ആനോഡിന് നെഗറ്റീവ് ചാർജും കാഥോഡിന് പോസിറ്റീവ് ചാർജുമായിരിക്കും. ഇത് ഓർത്തുവെക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. ആൻ ഓക്സ് റെഡ് കാറ്റ്. ആനോഡ് ഈസ് ഓക്സിഡേഷൻ, റിഡക്ഷൻ ഈസ് കാഥോഡ്. ഈ സോൾട്ട് ബ്രിഡ്ജിന്റെ പങ്ക് വളരെ വലുതാണ്. 2 ഹാഫ് സെല്ലുകളിലെയും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. അതായത് അയോണുകളുടെ ബാലൻസ് നിലനിർത്തുന്നു. സോൾട്ട് ബ്രിഡ്ജ് ഇല്ലെങ്കിൽ കുറച്ചു സമയത്തിനു ശേഷം സെൽ പ്രവർത്തനം നിലയ്ക്കും. അപ്പോൾ ഒരു ഗാൽവനിക് സെല്ലിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? 2 ഹാഫ് സെല്ലുകൾ, അതായത് 2 ഇലക്ട്രോഡുകളും അവയുടെ ഇലക്ട്രോലൈറ്റ് ലായനികളും, ഒരു സോൾട്ട് ബ്രിഡ്ജും, പിന്നെ ഇലക്ട്രോഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു എക്സ്റ്റേണൽ സർക്യൂട്ടും. ഈ വൈദ്യുതി ഉണ്ടാകുന്നത് ഒരു റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ടാണ്. നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. റിയാക്ടിവിറ്റി സീരീസ് ഓർക്കുന്നുണ്ടോ? ക്രിയാശീല ശ്രേണി. മെറ്റൽസിനെ അവയുടെ റിയാക്ടിവിറ്റി കുറഞ്ഞു വരുന്ന ക്രമത്തിൽ എഴുതിയ ഒരു ലിസ്റ്റ്. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. ഈ റിയാക്ടിവിറ്റി സീരീസിന് ഗാൽവനിക് സെല്ലിൽ വലിയ പങ്കുണ്ട്. റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ എപ്പോഴും ആനോഡായി പ്രവർത്തിക്കും, അതായത് അതിനായിരിക്കും ഓക്സിഡേഷൻ സംഭവിക്കുക. റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽ കാത്തോഡായും പ്രവർത്തിക്കും, അതിന് റിഡക്ഷൻ സംഭവിക്കും. നമ്മുടെ ഡാനിയൽ സെല്ലിൽ സിങ്കും കോപ്പറുമാണ് ഉപയോഗിച്ചത്. റിയാക്ടിവിറ്റി സീരീസിൽ ഏതാണ് മുകളിൽ? സിങ്ക് അല്ലേ? അതെ, സിങ്കിനാണ് കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതൽ. അതുകൊണ്ടാണ് സിങ്ക് ആനോഡായും കോപ്പർ കാത്തോഡായും പ്രവർത്തിച്ചത്. സിങ്കിന് പകരം നമ്മൾ മഗ്നീഷ്യമാണ് ഉപയോഗിക്കുന്നതെങ്കിലോ? മഗ്നീഷ്യവും കോപ്പറും വെച്ചൊരു സെല്ലുണ്ടാക്കിയാൽ ഏതായിരിക്കും ആനോഡ്? റിയാക്ടിവിറ്റി സീരീസ് നോക്കൂ. മഗ്നീഷ്യം കോപ്പറിനും സിങ്കിനും മുകളിലാണ്. അപ്പോൾ മഗ്നീഷ്യത്തിനായിരിക്കും റിയാക്ടിവിറ്റി കൂടുതൽ. അതിനാൽ മഗ്നീഷ്യം ആനോഡായും കോപ്പർ കാത്തോഡായും പ്രവർത്തിക്കും. ഇലക്ട്രോൺ ഫ്ലോ മഗ്നീഷ്യത്തിൽ നിന്ന് കോപ്പറിലേക്കായിരിക്കും. ഈ സെല്ലിന് ഡാനിയൽ സെല്ലിനേക്കാൾ വോൾട്ടേജ് കൂടുതലായിരിക്കും. കാരണം മെറ്റൽസ് തമ്മിലുള്ള റിയാക്ടിവിറ്റി വ്യത്യാസം കൂടുന്തോറും സെൽ വോൾട്ടേജ് കൂടും. ഇനി കോപ്പറും സിൽവറും ഉപയോഗിച്ചാണ് സെല്ലുണ്ടാക്കുന്നതെങ്കിലോ? റിയാക്ടിവിറ്റി സീരീസിൽ കോപ്പർ സിൽവറിന് മുകളിലാണ്. അപ്പോൾ ഇവിടെ ആരാണ് ആനോഡ്? കോപ്പർ. അതെ, കോപ്പറിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. സിൽവർ കാഥോഡായും പ്രവർത്തിക്കും. ഇലക്ട്രോൺ ഫ്ലോ കോപ്പറിൽ നിന്ന് സിൽവറിലേക്കായിരിക്കും. കണ്ടോ, റിയാക്ടിവിറ്റി സീരീസ് അറിയാമെങ്കിൽ ഏത് മെറ്റലാണ് ആനോഡ്, ഏതാണ് കാഥോഡ് എന്ന് എളുപ്പത്തിൽ പറയാൻ പറ്റും. ഈ റിയാക്ടിവിറ്റി സീരീസിന് വേറെയും ഉപയോഗങ്ങളുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനം ഓർമ്മയില്ലേ? റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ അതിന്റെ സോൾട്ട് ലായനിയിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യും. ഒരു കോപ്പർ സൾഫേറ്റ് ലായനിയിലേക്ക് ഒരു ഇരുമ്പാണി ഇട്ടാൽ എന്ത് സംഭവിക്കും? ഇരുമ്പിന് കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലാണ്. അപ്പോൾ ഇരുമ്പ് കോപ്പറിനെ ആദേശം ചെയ്യും. ആണിയുടെ മുകളിൽ കോപ്പർ പറ്റിപ്പിടിക്കും. ലായനിയുടെ നീലനിറം മാറും. എന്നാൽ കോപ്പർ കമ്പി അയൺ സൾഫേറ്റിലിട്ടാൽ ഒന്നും സംഭവിക്കില്ല, കാരണം കോപ്പറിന് റിയാക്ടിവിറ്റി കുറവാണ്. ഈ തത്വം ഉപയോഗിച്ച് പല മെലോഹങ്ങളെയും വേർതിരിക്കാനും ശുദ്ധീകരിക്കാനും സാധിക്കും. ഉദാഹരണത്തിന്, കോപ്പർ പാത്രത്തിൽ സിൽവർ നൈട്രേറ്റ് ലായനി സൂക്ഷിക്കാൻ പാടില്ല. എന്തുകൊണ്ടായിരിക്കും? കോപ്പറിന് സിൽവറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടുതലാണ്.
അപ്പോൾ കോപ്പർ പാത്രം സിൽവർ നൈട്രേറ്റുമായി റിയാക്ട് ചെയ്യും. പാത്രം കേടുവരികയും ലായനിയിൽ കോപ്പർ അയോണുകൾ കലരുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും റിയാക്ടിവിറ്റി കുറഞ്ഞ പാത്രങ്ങളിലാണ് നമ്മൾ സോൾട്ട് ലായനികൾ സൂക്ഷിക്കേണ്ടത്. ഗാൽവനിക് സെല്ലിന്റെ പ്രവർത്തനം തുടരുമ്പോൾ സിങ്ക് റോഡ് ചെറുതാവുകയും കോപ്പർ റോഡ് വലുതാവുകയും ചെയ്യും. കാരണം സിങ്ക് ഓക്സിഡൈസ് ചെയ്ത് ലയിച്ചു പോകുന്നു. കോപ്പർ അയോണുകൾ റെഡ്യൂസ് ചെയ്ത് കോപ്പർ റോഡിൽ അടിഞ്ഞുകൂടുന്നു. സോൾട്ട് ബ്രിഡ്ജ് ഇല്ലെങ്കിൽ എന്തു സംഭവിക്കും? സിങ്ക് ഹാഫ് സെല്ലിൽ പോസിറ്റീവ് ചാർജ് കൂടും, കോപ്പർ ഹാഫ് സെല്ലിൽ നെഗറ്റീവ് ചാർജ് കൂടും. ഈ ചാർജ് ബിൽഡപ്പ് കാരണം ഇലക്ട്രോൺ ഫ്ലോ നിൽക്കും, സെൽ പ്രവർത്തനം നിന്നുപോകും. സോൾട്ട് ബ്രിഡ്ജിലെ അയോണുകൾ ഈ അധിക ചാർജിനെ ന്യൂട്രലൈസ് ചെയ്താണ് സെൽ പ്രവർത്തനം സുഗമമാക്കുന്നത്. KCl ആണ് സോൾട്ട് ബ്രിഡ്ജിലെങ്കിൽ Cl- അയോണുകൾ സിങ്ക് ഹാഫ് സെല്ലിലേക്കും K+ അയോണുകൾ കോപ്പർ ഹാഫ് സെല്ലിലേക്കും നീങ്ങും. അങ്ങനെ ചാർജ് ബാലൻസ് ചെയ്യും. അപ്പോൾ സോൾട്ട് ബ്രിഡ്ജ് ഒരു പാലം മാത്രമല്ല, ഒരു ട്രാഫിക് പോലീസുകാരനെ പോലെയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗാൽവനിക് സെല്ലിനെ കുറിച്ചാണ് പഠിച്ചത്. കെമിക്കൽ എനർജിയിൽ നിന്നും എങ്ങനെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാമെന്ന് കണ്ടു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ നേരെ വിപരീത കാര്യമാണ്. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് എങ്ങനെ കെമിക്കൽ റിയാക്ഷൻ നടത്താമെന്ന്. ഈ പ്രക്രിയ നടക്കുന്ന സെല്ലുകളെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റിക് സെൽസ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിന്റെ പേരാണ് ഇലക്ട്രോളിസിസ്. വൈദ്യുത വിശ്ലേഷണം എന്ന് മലയാളത്തിൽ പറയും. പേരുപോലെ തന്നെ വൈദ്യുതി ഉപയോഗിച്ച് ഒരു പദാർത്ഥത്തെ വിഘടിപ്പിക്കുക. അപ്പോൾ എന്താണ് ഇലക്ട്രോളിസിസ്? ഒരു ഇലക്ട്രോലൈറ്റിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ അതിന് രാസമാറ്റം സംഭവിക്കുന്ന പ്രക്രിയയാണ് ഇലക്ട്രോളിസിസ്. എന്താണ് ഈ ഇലക്ട്രോലൈറ്റ്? ഉരുകിയ അവസ്ഥയിലോ ലായനി രൂപത്തിലോ വൈദ്യുതി കടത്തിവിടുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ. ഉദാഹരണത്തിന് ആസിഡുകൾ, ആൽക്കലികൾ, ലവണങ്ങൾ ഒക്കെ ഇലക്ട്രോലൈറ്റുകളാണ്. ഉരുകിയ സോഡിയം ക്ലോറൈഡ് ലായനി ഇവയൊക്കെ നല്ല ഇലക്ട്രോലൈറ്റുകളാണ്. ഈ ഇലക്ട്രോലൈറ്റുകളിൽ ഫ്രീ ആയി ചലിക്കാൻ കഴിയുന്ന അയോണുകളുണ്ട്. ഈ അയോണുകളാണ് വൈദ്യുതി കടത്തിവിടാൻ സഹായിക്കുന്നത്. ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഇലക്ട്രോലൈറ്റ്, പിന്നെ അതിൽ മുക്കിവെച്ച 2 ഇലക്ട്രോഡുകൾ. ഈ ഇലക്ട്രോഡുകളെ നമ്മളൊരു ബാറ്ററി പോലുള്ള ഒരു എക്സ്റ്റേണൽ പവർ സോഴ്സുമായി ബന്ധിപ്പിക്കുന്നു. ഇവിടെയാണ് ഗാൽവനിക് സെല്ലുമായുള്ള പ്രധാന വ്യത്യാസം. ഗാൽവനിക് സെൽ വൈദ്യുതി ഉണ്ടാക്കുന്നു, ഇലക്ട്രോലൈറ്റിക് സെൽ വൈദ്യുതി ഉപയോഗിക്കുന്നു. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി ഘടിപ്പിക്കുന്ന ഇലക്ട്രോഡിനെ ആനോഡ് എന്ന് പറയുന്നു. നെഗറ്റീവ് ടെർമിനലുമായി ഘടിപ്പിക്കുന്ന ഇലക്ട്രോഡിനെ കാഥോഡ് എന്നും. ഇവിടെ ചാർജുകൾ ശ്രദ്ധിച്ചോ? ഗാൽവനിക് സെല്ലിന്റെ നേരെ തിരിച്ചാണ്. ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവുമാണ്. പക്ഷേ ഒരു കാര്യത്തിൽ മാറ്റമില്ല. ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷനും കാഥോഡിൽ എപ്പോഴും റിഡക്ഷനുമായിരിക്കും. അതേത് തരം സെല്ലായാലും ശരി. ആനോക്സ്, റെഡ് കാറ്റ് എന്നത് ഇവിടെയും ശരിയാണ്. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഉരുകിയ സോഡിയം ക്ലോറൈഡിന്റെ ഇലക്ട്രോളിസിസ്. കറിയുപ്പ് അല്ലേ? സോളിഡ് സ്റ്റേറ്റിൽ NaCl വൈദ്യുതി കടത്തിവിടില്ല, കാരണം അനോണുകൾക്ക് ചലിക്കാൻ സ്വാതന്ത്ര്യമില്ല. പക്ഷെ ഉരുകിയ അവസ്ഥയിൽ Na+ഉം Cl- അയോണുകൾ ഫ്രീ ആയി ചലിക്കും. അപ്പോൾ നമ്മൾ ഉരുകിയ NaCl എടുത്ത് അതിലേക്ക് 2 ഗ്രാഫൈറ്റ് ഇലക്ട്രോഡുകൾ വെക്കുന്നു. എന്നിട്ടൊരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുന്നു. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി ഘടിപ്പിച്ച ആനോഡിന് പോസിറ്റീവ് ചാർജ് കിട്ടും, നെഗറ്റീവ് ടെർമിനലുമായി ഘടിപ്പിച്ച കാഥോഡിന് നെഗറ്റീവ് ചാർജും. ഇപ്പോൾ ലായനിയിൽ പോസിറ്റീവ് ചാർജുള്ള Na+ അയോണുകളും നെഗറ്റീവ് ചാർജുള്ള Cl- അയോണുകളുമുണ്ട്. ഓപ്പോസിറ്റ് ചാർജുകൾ ആകർഷിക്കുമല്ലോ. അപ്പോൾ നെഗറ്റീവ് ചാർജുള്ള Cl- അയോണുകൾ ഏത് ഇലക്ട്രോഡിലേക്ക് പോകും? പോസിറ്റീവ് ചാർജുള്ള ആനോഡിലേക്ക്. അവിടെ ചെന്ന് Cl- അയോണിന് എന്ത് സംഭവിക്കും? അത് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് ക്ലോറിൻ ആറ്റമായി മാറും. 2Cl- ഗിവ്സ് Cl2+ 2e. ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. അപ്പോൾ ഇത് എന്ത് റിയാക്ഷനാണ്? ഓക്സിഡേഷൻ. അപ്പോൾ ആനോഡിൽ നമുക്ക് ക്ലോറിൻ ഗ്യാസ് ലഭിക്കും. ഇനി പോസിറ്റീവ് ചാർജുള്ള Na+ അയോണുകളോ? അവ നെഗറ്റീവ് ചാർജുള്ള കാഥോഡിലേക്ക് പോകും. അവിടെ ചെന്ന് Na+ അയോൺ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് സോഡിയം മെറ്റലായി മാറും. Na++e ഗിവ്സ് Na. ഇലക്ട്രോണിനെ സ്വീകരിച്ചു. അപ്പോൾ ഇതെന്ത് റിയാക്ഷനാണ്? റിഡക്ഷൻ. അപ്പോൾ കാഥോഡിൽ നമുക്ക് സോഡിയം മെറ്റൽ ലഭിക്കും. കണ്ടോ? നമ്മൾ വൈദ്യുതി കൊടുത്തപ്പോൾ സോഡിയം ക്ലോറൈഡ് വിഘടിച്ച് സോഡിയവും ക്ലോറിനുമായി മാറി. ഇതാണ് ഇലക്ട്രോളിസിസ്. ഇനി നമുക്ക് സോഡിയം ക്ലോറൈഡ് ലായനിയുടെ ഇലക്ട്രോളിസിസ് നോക്കാം. ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ലായനിയിൽ Na+Cl- അയോണുകൾക്ക് പുറമെ ആരുണ്ട്? വെള്ളം, H2O. വെള്ളവും ഭാഗികമായി H+OH- അയോണുകളായി മാറും. അപ്പോൾ കാഥോഡിലേക്ക് പോകാൻ 2 പേരുണ്ട്, Na+ഉം H+ഉം. ആനോഡിലേക്ക് പോകാനും 2 പേരുണ്ട്, Cl- OH-ഉം. ഒരു മത്സരമാണ് അവിടെ നടക്കുന്നത്. ആരാദ്യം എത്തുമെന്നല്ല, ആർക്കാണ് റിയാക്ഷൻ നടക്കുക എന്ന്. കാഥോഡിൽ റിഡക്ഷൻ ആണല്ലോ നടക്കുക. സോഡിയം, ഹൈഡ്രജൻ ഇവരിൽ ആർക്കാണ് ഇലക്ട്രോൺ സ്വീകരിക്കാൻ കൂടുതൽ താൽപ്പര്യം? റിയാക്ടിവിറ്റി സീരീസ് ഓർത്തേ.
സോഡിയം മുകളിലും ഹൈഡ്രജൻ താഴെയുമാണ്. റിയാക്ടിവിറ്റി കുറഞ്ഞ ആൾക്കാണ് ഇലക്ട്രോൺ സ്വീകരിക്കാൻ, അതായത് റിഡക്ഷന് താൽപര്യം കൂടുതൽ. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ആണ് ജയിക്കുക. കാഥോഡിൽ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകും. 2H2O + 2E gives H2 + 2OH-. സോഡിയം ലായനിയിൽ തന്നെ അയോണായി തുടരും. ഇനി ആനോഡിൽ ഓക്സിഡേഷനാണ്. Cl- OH- തമ്മിലാണ് മത്സരം. ഇവിടെ ക്ലോറിൻ ആണ് ജയിക്കുന്നത്. ആനോഡിൽ ക്ലോറിൻ ഗ്യാസ് ഉണ്ടാകും. 2Cl- gives Cl2 + 2E. അപ്പോൾ NaCl ലായനി ഇലക്ട്രോളിസിസ് ചെയ്യുമ്പോൾ കാഥോഡിൽ ഹൈഡ്രജനും ആനോഡിൽ ക്ലോറിനും ലഭിക്കും. ലായനിയിൽ ബാക്കി വരുന്നത് Na+ഉം OH- അവർ ചേർന്ന് സോഡിയം ഹൈഡ്രോക്സൈഡായി മാറും. കണ്ടോ, ഉരുകിയ NaCl ഇലക്ട്രോളിസിസ് ചെയ്തപ്പോൾ കിട്ടിയ പ്രോഡക്ട്സ് അല്ല ഇവിടെ കിട്ടിയത്. വെള്ളം വന്നപ്പോൾ കാര്യങ്ങൾ മാറി. ഈ ഇലക്ട്രോളിസിസിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ്? ഇലക്ട്രോളിസിസ് വഴി ഒരു മെറ്റലിന് മുകളിൽ മറ്റൊരു മെറ്റൽ പൂശുന്ന പ്രക്രിയ. സ്വർണം പൂശിയ ആഭരണങ്ങൾ കണ്ടിട്ടില്ലേ? അതൊക്കെ ഇലക്ട്രോപ്ലേറ്റിംഗ് വഴിയാണ് ചെയ്യുന്നത്. ഭംഗി കൂട്ടാനും തുരുമ്പെടുക്കുന്നത് തടയാനുമാണ് ഇത് പ്രധാനമായും ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമുക്കൊരു ഇരുമ്പ് വളയിൽ കോപ്പർ പൂശണമെന്ന് കരുതുക. ഏത് വസ്തുവിലാണോ പൂശേണ്ടത് അതിനെ നമ്മൾ കാഥോഡായി എടുക്കണം. അതായത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്യണം. അപ്പോൾ ഇരുമ്പ് വളയാണ് നമ്മുടെ കാഥോഡ്. ഏത് മെറ്റലാണോ പൂശേണ്ടത് അതിനെ ആനോഡായി എടുക്കണം. അതായത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്യണം. ഇവിടെ കോപ്പർ ആണ് പൂശേണ്ടത്. അപ്പോൾ കോപ്പർ പ്ലേറ്റ് ആണ് ആനോഡ്. ഇലക്ട്രോലൈറ്റായി എടുക്കേണ്ടത് പൂശേണ്ട മെറ്റലിന്റെ ഒരു സാൾട്ട് ലായനിയാണ്. ഇവിടെ നമ്മൾ കോപ്പർ സൾഫേറ്റ് ലായനി എടുക്കുന്നു. ഇനി സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആനോഡായ കോപ്പർ പ്ലേറ്റിന് ഓക്സിഡേഷൻ സംഭവിക്കും. കോപ്പർ ആറ്റങ്ങൾ Cu2+ അയോണുകളായി ലായനിയിലേക്ക് വരും. Cu gives Cu2+ + 2E. ഈ Cu2+ അയോണുകൾ നെഗറ്റീവ് ചാർജുള്ള കാഥോഡായ ഇരുമ്പ് വളയിലേക്ക് ആകർഷിക്കപ്പെടും. അവിടെ വെച്ച് അവ ഇലക്ട്രോണുകളെ സ്വീകരിച്ച് കോപ്പർ ആറ്റമായി വളയിൽ പറ്റിപ്പിടിക്കും. Cu2+ + 2E gives Cu. അങ്ങനെ ഇരുമ്പ് വളയ്ക്കു മുകളിൽ കോപ്പറിന്റെ ഒരു നേർത്ത ആവരണം രൂപപ്പെടും. ആനോഡിൽ നിന്ന് എത്ര കോപ്പർ ലയിച്ചു പോകുന്നുവോ അത്രയും കോപ്പർ കാഥോഡിൽ അടിഞ്ഞുകൂടും. അതുകൊണ്ട് ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷനിൽ മാറ്റം വരുന്നില്ല. സിമ്പിൾ അല്ലേ? ഇതുപോലെ വെള്ളി കൊണ്ടും ഗോൾഡ് കൊണ്ടും ഒക്കെ പൂശാം. വെള്ളി പൂശണമെങ്കിൽ ആനോഡായി വെള്ളിയും ഇലക്ട്രോലൈറ്റായി സിൽവർ നൈട്രേറ്റ് ലായനിയും എടുക്കണം. സ്വർണം പൂശണമെങ്കിൽ ആനോഡായി സ്വർണവും ഇലക്ട്രോലൈറ്റായി സോഡിയം ഓറോസൈനൈഡ് ലായനിയും എടുക്കണം. ഇലക്ട്രോളിസിസിന്റെ മറ്റു ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, അലൂമിനിയം തുടങ്ങിയ റിയാക്ടിവിറ്റി കൂടിയ മെറ്റലുകളെ നിർമ്മിക്കാൻ ഇലക്ട്രോളിസിസ് ഉപയോഗിക്കുന്നു. ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ തുടങ്ങിയ നോൺ മെറ്റലുകളെ വ്യാവസായികമായി നിർമ്മിക്കാനും ഇത് ഉപയോഗിക്കുന്നു. സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് തുടങ്ങിയ കോമ്പൗണ്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. കോപ്പർ, ഗോൾഡ് തുടങ്ങിയ മെറ്റലുകളെ ശുദ്ധീകരിക്കാനും ഇലക്ട്രോളിസിസ് ഉപയോഗിക്കാം. അപ്പോൾ ഇലക്ട്രോലൈറ്റിക് സെല്ലും ഇലക്ട്രോളിസിസും എല്ലാവർക്കും മനസ്സിലായല്ലോ. ഗാൽവനിക് സെല്ലും ഇലക്ട്രോലൈറ്റിക് സെല്ലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഗാൽവനിക് സെൽ രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഇലക്ട്രോലൈറ്റിക് സെൽ വൈദ്യുതോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു. ഗാൽവനിക് സെല്ലിൽ റിഡോക്സ് റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്, അതായത് സ്വയമേവ നടക്കും. ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ അങ്ങനെയല്ല, നമ്മൾ വൈദ്യുതി കൊടുത്താലേ നടക്കൂ. ഗാൽവനിക് സെല്ലിൽ ആനോഡ് നെഗറ്റീവും കാഥോഡ് പോസിറ്റീവുമാണ്. ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവുമാണ്. ഈ വ്യത്യാസങ്ങൾ കൃത്യമായി പഠിച്ചുവെക്കണം. ഇനി നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില സെല്ലുകളെ പരിചയപ്പെട്ടാലോ? നമ്മൾ സെല്ലുകളെ പ്രധാനമായും രണ്ടായി തിരിക്കുന്നു: പ്രൈമറി സെൽസും സെക്കൻഡറി സെൽസും. എന്താണ് പ്രൈമറി സെൽ? ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ റീചാർജ് ചെയ്യാൻ പറ്റാത്ത സെല്ലുകളാണ് പ്രൈമറി സെൽ. യൂസ് ആൻഡ് ത്രോ എന്ന് പറയാം. അവയിലെ കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞാൽ സെൽ ഡെഡായി. ഉദാഹരണത്തിന് നമ്മുടെ ക്ലോക്കിലും റിമോട്ടിലുമൊക്കെ ഇടുന്ന ഡ്രൈ സെൽ, വാച്ചിലിടുന്ന ചെറിയ ബട്ടൺ സെൽ, ഇതൊക്കെ പ്രൈമറി സെല്ലുകളാണ്. ഇനി എന്താണ് സെക്കൻഡറി സെൽ? ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീണ്ടും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സെല്ലുകളാണ് സെക്കൻഡറി സെല്ലുകൾ. നമ്മുടെ മൊബൈൽ ഫോൺ ബാറ്ററി, കാർ ബാറ്ററി ഒക്കെ റീചാർജ് ചെയ്യാറില്ലേ? അപ്പോൾ അതൊക്കെ സെക്കൻഡറി സെല്ലുകളാണ്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ലെഡ് ആസിഡ് സെൽ ഒരു പ്രധാനപ്പെട്ട സെക്കൻഡറി സെല്ലാണ്. നിക്കൽ കാഡ്മിയം സെൽ, ലിഥിയം അയോൺ ബാറ്ററി എന്നിവയൊക്കെ മറ്റു ഉദാഹരണങ്ങളാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയ ഒന്നാണ് ലിഥിയം അയോൺ ബാറ്ററികൾ. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എല്ലായിടത്തും ഇവനാണ് താരം. എന്തുകൊണ്ടാണ് ലിഥിയം അയോൺ ബാറ്ററികൾ ഇത്ര പോപ്പുലർ ആയത്? അവയ്ക്ക് ഉയർന്ന എനർജി ഡെൻസിറ്റി ഉണ്ട്. അതായത് ചെറിയ വലിപ്പത്തിൽ കൂടുതൽ ഊർജം സംഭരിക്കാൻ കഴിയും. അവ ഒരുപാട് കാലം നിലനിൽക്കും, ലോങ് ലൈഫ് സ്പാൻ. അവയുടെ സെൽഫ് ഡിസ്ചാർജ് റേറ്റ് വളരെ കുറവാണ്. അതായത് ഉപയോഗിക്കാതെ വെച്ചാലും ചാർജ് പെട്ടെന്ന് കുറഞ്ഞു പോകില്ല. ലിഥിയം അയോൺ ബാറ്ററിയുടെ പ്രവർത്തന തത്വം ലിഥിയം അയോണുകളുടെ ചലനമാണ്. ചാർജ് ചെയ്യുമ്പോൾ ലിഥിയം അയോണുകൾ കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് നീങ്ങുന്നു. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ,
അയോണുകൾ ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് തിരികെ നീങ്ങുന്നു. ഈ അയോൺ ഫ്ലോ ആണ് ഇലക്ട്രിക്കൽ എനർജി റിലീസ് ചെയ്യുന്നത്. ലിഥിയം അയോൺ ബാറ്ററികളുടെ വികസനത്തിന് 2019 3 ശാസ്ത്രജ്ഞർക്ക് കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം ലഭിച്ചു. അത്രയ്ക്കും പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമാണിത്. ഇനി മറ്റൊരു തരം സെല്ലുണ്ട്, ഫ്യൂൾ സെൽ. ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന രാസോർജ്ജത്തെ നേരിട്ട് വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഗാൽവനിക് സെല്ലുകളാണിവ. ഹൈഡ്രജൻ, മീഥെയ്ൻ, മെഥനോൾ തുടങ്ങിയ ഇന്ധനങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇന്ധനം നൽകുന്നിടത്തോളം കാലം ഇത് തുടർച്ചയായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ഇതിന്റെ ഒരു പ്രധാന ഗുണം ഇത് വളരെ ഉയർന്ന കാര്യക്ഷമതയോടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു എന്നതാണ്. മലിനീകരണവും വളരെ കുറവാണ്. ഹൈഡ്രജൻ ഫ്യൂൾ സെല്ലിലെ ബൈ പ്രോഡക്റ്റ് വെള്ളമാണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോകെമിസ്ട്രി എന്ന ഈ അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളിലൂടെയും കടന്നുപോയി. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഒന്നുകൂടി ഓർത്തു നോക്കാം. എന്താണ് ഇലക്ട്രോകെമിസ്ട്രി എന്ന് പഠിച്ചു? 2 തരം ഇലക്ട്രോകെമിക്കൽ സെല്ലുകളെ പരിചയപ്പെട്ടു. ഗാൽവനിക് സെല്ലും ഇലക്ട്രോലൈറ്റിക് സെല്ലും. ഗാൽവനിക് സെൽ രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഡാനിയൽ സെൽ അതിന്റെ ഉദാഹരണമാണ്. റിയാക്ടിവിറ്റി സീരീസിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി. ഇലക്ട്രോലൈറ്റിക് സെൽ വൈദ്യുതോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു. ഇലക്ട്രോളിസിസ് എന്ന പ്രക്രിയയെക്കുറിച്ച് പഠിച്ചു. ഇലക്ട്രോപ്ലേറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കണ്ടു. നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പ്രൈമറി, സെക്കൻഡറി സെല്ലുകളെക്കുറിച്ചും ചർച്ച ചെയ്തു. ലിഥിയം അയോൺ ബാറ്ററിയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി. ഫ്യൂൾ സെല്ലുകളെക്കുറിച്ചും ചെറുതായി ഒന്ന് അറിഞ്ഞു. ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിച്ചില്ലേ? വളരെ രസകരവും പ്രാധാന്യമുള്ള ഒരു അധ്യായമാണിത്. നമ്മുടെ ചുറ്റുമുള്ള പല കാര്യങ്ങളുടെയും പിന്നിലെ കെമിസ്ട്രി മനസ്സിലാക്കാൻ ഈ പാഠം നമ്മളെ സഹായിക്കും. നിങ്ങളുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലാണ് ഉപയോഗിക്കുന്നത്. ഫോൺ ഉപയോഗിക്കുമ്പോൾ അതൊരു ഗാൽവനിക് സെല്ലായി പ്രവർത്തിക്കുന്നു. രസകരമല്ലേ? അപ്പോൾ ഈ പാഠത്തിലെ പ്രധാന ആശയങ്ങളെല്ലാം നന്നായി മനസ്സിലാക്കി വെക്കുക. ഗാൽവനിക് സെല്ലും ഇലക്ട്രോലൈറ്റിക് സെല്ലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒരു ടേബിളായി എഴുതി പഠിക്കുന്നത് നല്ലതാണ്. ഡാനിയൽ സെല്ലിന്റെയും ഇലക്ട്രോപ്ലേറ്റിംഗിന്റെയും ചിത്രങ്ങൾ വരച്ചു പരിശീലിക്കുക. ഓരോ